ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് ഇന്ദുലേഖ എന്നാണ്. നെടുമങ്ങാട് നിന്നുമാണ് വരുന്നത്. കഴിഞ്ഞ 10 വർഷത്തോളമായി താൻ അനുഭവിച്ചിരുന്ന വലിയൊരു പ്രശ്നത്തിൽ നിന്നും കർത്താവ് വിടുവിച്ചൊരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് നമ്മുടെ മുൻപിലായിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് താൻ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴോ പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീഴുമായിരുന്നു. ഈ 10 വർഷവും അങ്ങനെ തന്നെയായിരുന്നു. 10 വർഷം അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ സിസ്റ്റർ പറഞ്ഞത് കഴിഞ്ഞ നമ്മുടെ ഈ ലാസ്റ്റ് നടന്ന ഡെലിവറൻസ് മീറ്റിംഗിൽ ആദ്യമായി ഒരു പങ്കെടുത്തു. വരുന്ന വഴിക്കും കാറിൽ വെച്ചും സിസ്റ്റർ ബോധം കെട്ട് വീണിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് തന്നെ ബ്രദർ പ്രാർത്ഥിച്ചു. സിസ്റ്റർ പറയുന്നത് ആ 10 വർഷമായി താൻ അനുഭവിച്ച പ്രയാസം അന്ന് മാറിപ്പോയി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ബ്രദർ ഒന്ന് വന്ന് പറഞ്ഞേ, ഇത് കുറച്ച് വലിയ കാര്യമാണ്. ഇദ്ദേഹം 10 കൊല്ലമായിട്ട് അടുക്കളയിലും വഴിയിലൊക്കെ ബോധം കെട്ട് വീഴും. അതെ അതെ, എവിടെയെങ്കിലും പൊക്കോണ്ടിരിക്കുമ്പോഴും പെട്ടെന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരുമാതിരി ആകുന്നെന്ന് പറയും. താഴെ പോകും. ഡോക്ടറെ കാണിച്ചു. മാറിയില്ല. ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേക്കും ഒരു കംപ്ലൈന്റ്. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ചേച്ചിക്ക് എന്തോ തോന്നുന്നു ചേച്ചി? ഒരു ആഴ്ചയിൽ അങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാവും? അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും? ആദ്യത്തെ വർഷത്തേക്ക് ആണെങ്കിൽ ഒരു 3-4 മാസമായിരുന്നു. പക്ഷേ മീറ്റിങ്ങിന് വരും തൊട്ട് മുമ്പേ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഴുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാവുമോ? ഇപ്പോൾ അവസാനമൊക്കെ ഒരു ദിവസത്തിൽ 1 ദിവസം 2 പ്രാവശ്യമൊക്കെ, ഒരു ദിവസത്തിൽ 2 പ്രാവശ്യമൊക്കെ ഉണ്ടാവും. ആ സ്ഥിതിയിലായിരിക്കുമ്പോഴാണ് ഇദ്ദേഹം മീറ്റിങ്ങിന് വരുന്നത്. ഒരു വലിയ കാര്യമോ? കഴിഞ്ഞ ഡെലിവറൻസ് ക്യാമ്പിൽ നടന്ന കാര്യമോ? ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച് ഒന്ന് എഴുന്നേറ്റ് വന്നൊരു കൈ അടി കൊടുക്കാൻ കർത്താവിന്. 10 വർഷമായി ബോധം കെട്ട് വീഴുമായിരുന്നു. കൊച്ചുകാരിയായിട്ട് ചിന്തിക്കരുത്. ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മിനിമം ബോധം കെട്ട് വീഴുമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ദൈവം വിടുവിച്ചു എന്ന് പറയുന്നത് കുറച്ച് വലിയ കാര്യമാണ്. ഒന്ന് ആത്മാവിൽ ആരാധിച്ച് കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ചേ. വീട്ടിലിരിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. വീട്ടിൽ നിൽക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഇല്ലാതെ വേറെ ജോലിക്ക് പോകുമ്പോൾ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ കാണുമ്പോൾ ബോധം കെട്ട് വീഴും. വാഹനം യാത്ര ചെയ്യുമ്പോൾ ബോധം കെട്ട് വീഴും. ഇവരെ പോലുള്ള ആളുകൾക്ക് 10 വർഷമായി താൻ അനുഭവിക്കുന്ന കെടുതിയിൽ നിന്ന് ദൈവം കൊടുത്ത വിടുതൽ നമുക്ക് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം.